വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി മുതൽ നമ്മുടെ LSS പരീക്ഷ ഈ കാണുന്നത് പോലെ CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല നമുക്ക് ഈ പേരിൽ മാത്രമല്ല നമുക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റുന്നത്, പരീക്ഷയുടെ ഘടനയിൽ നമുക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. പണ്ടത്തെ പോലെ തന്നെ 2 പേപ്പർ തന്നെയാണ് ഉള്ളത്. ആ പേപ്പറുകളിൽ വരുന്ന വിഷയങ്ങൾ വ്യത്യാസമാണ് എന്നത് മക്കളെ പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്ക് ഈ പറയുന്ന 2 പേപ്പറുകൾ ഏത് സമയത്താണ് നടത്തുന്നത് എന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. രാവിലെ 10 മുതൽ 12 മണി വരെയാണ് നമ്മുടെ പേപ്പർ 1ന്റെ എക്സാം. ഇനി വരാൻ പോകുന്ന ഫെബ്രുവരി 26-നാണ് കേട്ടോ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ പേപ്പർ 2 എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:30 വരെയാണ്. ഇനി പേപ്പർ 1 എത്ര മാർക്കിനാണ് നമുക്കൊക്കെ അറിയാവോ? 50 മാർക്കിനാണ് പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ 50 മാർക്കിന് 50 ചോദ്യങ്ങളാണ്, അതായത് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം. അതിൽ തന്നെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ഒന്നാം ഭാഷ, അതായത് ഈ പറയുന്ന മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴിൽ നിന്നാണ്. നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നും, അടുത്ത 10 ക്വസ്റ്റ്യൻ നമ്മുടെ മാത്സിൽ നിന്നും, പിന്നീടുള്ള 10 ക്വസ്റ്റ്യൻ EVS, പിന്നീട് GK എന്നീ വിഷയങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി പേപ്പർ 2 എന്ന് പറയുന്ന എക്സാംസ് നോക്കിയാൽ അവിടെ ആകെ 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, അതായത് കുറച്ച് വിവരിച്ചെഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ തന്നെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഒന്നാം ഭാഷയിൽ നിന്നുള്ളതായിരിക്കും. പിന്നീടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. പിന്നെയുള്ള 2 ക്വസ്റ്റ്യൻ നമ്മുടെ മാത്സിൽ നിന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് EVS നിന്നും വരുന്നത്. ഇത് ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. അതുകൊണ്ടാണ് ടോട്ടൽ 6 ക്വസ്റ്റ്യന് നമുക്ക് ടോട്ടൽ 30 മാർക്ക് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതാ നമ്മുടെ പേപ്പർ 1 കേട്ടോ, നമ്മുടെ പേപ്പർ 1ലെ ഒരു EVSന്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. താഴെ പറയുന്നവയിൽ വായു മലിനീകരണം കുറയ്ക്കുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. വൈദ്യുത വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, വിളകളുടെ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നു, ജൈവ അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ B 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ C 2ഉം 4ഉം ശരിയാണ്, ഓപ്ഷൻ D 1ഉം 4ഉം ശരിയാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പേപ്പർ 1ൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി പേപ്പർ 2ൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാ മലയാളത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. പത്രവാർത്ത തയ്യാറാക്കുക. ഇവിടെ ഇപ്പൊ ഒരു നോട്ടീസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രിയരെ, നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള മലയാളപുരം ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ നമ്മൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടീസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചോദ്യം ഇതാണ്: നോട്ടീസ് വായിച്ചല്ലോ, ഈ വിവരം പത്രത്തിൽ നൽകാനുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് ഓരോന്നിനും, അതായത് പേപ്പർ 2ൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്ക് വീതമാണ്. അപ്പൊ അതിൽ 5 മാർക്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ബോക്സിൽ ഒരു പത്രവാർത്ത എഴുതണം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കായിട്ട് എല്ലാവിധ സജ്ജീകരണവും ഒരുക്കി നമ്മുടെ സൈലത്തിന്റെ ജ്വാല ബാച്ച് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ബാച്ച് ആണ്, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം മാത്രമല്ല, നമുക്കിനി ആനുവൽ എക്സാം ഉണ്ട്. ആനുവൽ എക്സാമിന് നമുക്കിനി റിവിഷൻ ക്ലാസ്സുകളാണ് വേണ്ടത്. സോ നിങ്ങൾക്കായിട്ട് ഇതാ നമ്മുടെ പ്രാണ എൻഗെയിം ബാച്ച് ഇവിടെ ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ന്യൂ ഇയർ ഓഫർ ഉണ്ട്, 50% ഡിസ്കൗണ്ട് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്കായിട്ട് മറ്റൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്ക് ഇതാ സ്മാർട്ട് വാച്ചും കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.